ലൂക്കോസ്, ഈ SDPI ഫാക്ടർ വല്ലാതെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു കാര്യമല്ലേ? അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പൊ SDPI എന്ന് പറയുന്നതിൽ പാലക്കാട് എത്ര വോട്ട് SDPIക്ക് ഉണ്ട് എന്നുള്ളൊരു ചോദ്യം സങ്കടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തേത്, ഇത് പണ്ട് മുതലേ എങ്ങനെയാണ് SDPI ഉണ്ടായതിനു ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതേ തുടർന്ന് കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് കണ്ണൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ MV ജയരാജൻ CPM-ന് വേണ്ടിയിട്ടും AP അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിന് വേണ്ടിയിട്ടും മത്സരിക്കുന്നു. അന്ന് CPM-ന്റെ കാൽക്കുലേഷൻ എന്താ? കണ്ണൂർ സിറ്റിയിൽ പരമ്പരാഗതമായി NDF-ന്, പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ രൂപത്തിൽ വലിയ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് SDPI എന്ന് പറയുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി കണ്ണൂർ സിറ്റിയിൽ കുറേ വോട്ട് പിടിക്കും, കുറേ മുസ്ലിം വോട്ട് പിടിക്കും. അങ്ങനെ അബ്ദുള്ളക്കുട്ടിക്ക് കിട്ടാനുള്ള വോട്ട് കുറയും. അങ്ങനെ MV ജയരാജൻ ജയിക്കും. ഒരു കാലത്തെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് SDPI വെച്ചുകൊണ്ടുള്ള ഓരോ കാലത്തെയും കാൽക്കുലേഷൻ. അതൊന്നും ഇതുവരെയും ശരിയായിട്ടില്ല എന്നുള്ളതാണ് അനുഭവം. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ശ്രീ AP അബ്ദുള്ളക്കുട്ടിയുടെ ഒരു ടെലിവിഷൻ ചർച്ചയിലാണ് ഈ സുഡാപ്പി എന്ന വാക്ക് ആദ്യമായിട്ട് പ്രയോഗിച്ച് ഞാൻ കേൾക്കുന്നത് പോലും. തുടർന്ന് ഇങ്ങോട്ട് പല തെരഞ്ഞെടുപ്പുകളും വന്നു. ഈ SDPI എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ യഥാർത്ഥത്തിൽ ശക്തിയുള്ള ഒരു സംവിധാനമാണോ ഇത്? അല്ല, എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണല്ലേ പറയുന്നത് SDPI ആണ് UDF-നെ അവിടെ ജയിപ്പിച്ചത്. സ്ഥാനാർത്ഥി പരസ്യമായി അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു പൂർത്തിയുണ്ട്, വ്യക്തമായ മറുപടി ഉണ്ട്. അവരുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ ശക്തിയില്ല, അവർക്ക് വോട്ട് കൊണ്ട്, അവരുടെ വോട്ട് കൊണ്ട് UDF സ്ഥാനാർത്ഥി വിജയിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ SDPIയുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്ന് പറയാമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ വിഷ്വൽ മീഡിയാസ്, മാതൃഭൂമി ഉൾപ്പെടെയുള്ള വിഷ്വൽ മീഡിയാസ് ഈ സ്ഥാനാർത്ഥിയോട് പരസ്യമായിട്ട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല വേണ്ടെന്ന്? അതല്ലേ പ്രസക്തമായ ചോദ്യം. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഷാബി പറഞ്ഞില്ല, ബഹുമാനപ്പെട്ട ഷാബി, ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഷാബി പറമ്പിൽ എന്താ പറഞ്ഞേ? അവരുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചെന്ന് ചോദിച്ചു. അങ്ങനെയാണ് നിങ്ങൾ എന്തുകൊണ്ട് തള്ളി പറഞ്ഞില്ല? നിങ്ങൾ തള്ളി പറയാനുള്ള ആർജവം കാണിച്ചില്ല. ഞാൻ ഇവിടെ ഉത്തരവാദിത്തോടെ പറയുന്നു, UDF-ന്റെ സ്ഥാനാർത്ഥിയും SDPIയുടെ അവിടുത്തെ പ്രവർത്തകരും തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന ചിത്രങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പരസ്യമായിട്ട് അവരുടെ പ്രചരണ ഓഫീസിലിരുന്നുകൊണ്ട് വോട്ടിന്റെ കാര്യത്തിൽ ചർച്ച നടത്തുന്ന വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ബഹുമാനപ്പെട്ട SDPIയുടെ പ്രതിനിധിയോട് ഞാൻ പറയാം, നിങ്ങൾ പരസ്യമായിട്ട് പിന്തുണ കൊടുത്തില്ലേ? വേണ്ട എന്ന അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്തുണ കൊടുത്തേ? അദ്ദേഹത്തിന് ഈ വെൽഫെയർ പാർട്ടി SDPI ഒക്കെ ഞാൻ അയച്ചു തരാം. അല്ലല്ല, അങ്ങനെ ഒന്നും മാറിയിട്ടില്ല, ഒരു കാരണവശാലും മാറത്തില്ല. നിങ്ങളുടെ യുവജന സംഘടനയുടെ ചിത്രം നിങ്ങളുടെ ഒരു യുവാവ് എന്നാ പറഞ്ഞത്. നിങ്ങളുടെ യുവജന പ്രസ്ഥാനം ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 60-65 വയസ്സിലുള്ളവർ മാത്രമേ നിങ്ങളുടെ സംഘടനയിലുള്ളോ? ഞാൻ ഈ കാണിച്ച് വളരെ ഉത്തരവാദിത്തോടുകൂടിയാണ് ഈ വീഡിയോ കാണിച്ചത്. കേരളത്തിൽ വൈറലാണ് ഈ വീഡിയോ. ഈ ഉത്തരവില്ലാത്തപ്പോഴത്തേക്ക് പിന്നെ ഉരുളി മറിയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് SDPIയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉന്നത നേതാവ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പരസ്യമായിട്ട് UDF-നെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. ആ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രശസ്തനായ ഒരു സ്ഥാനാർത്ഥി, കാസർഗോഡ് സ്ഥാനാർത്ഥിയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അത് UDF-ന്റെ ഒരു നേതാവ് നിഷേധിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താ? ആരുടെ വോട്ട് കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ആരുടെ വോട്ട് കിട്ടിയാലും. അപ്പൊ നിങ്ങളെ ഭരണമാലിന്യൊക്കെ സ്വീകരിച്ചില്ലേ? നിങ്ങളെങ്ങനെ ഇപ്പൊ പറയുന്നത്? നിങ്ങൾ സ്വതന്ത്രമായിട്ട് പിന്തുണച്ചാണെന്നുള്ളവരോ? പാലക്കാട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നാഷണൽ മീഡിയ വരെ കവർ ചെയ്ത SDPIക്കാർ വീടുകൾക്ക് കയറി ഇറങ്ങുന്നതും SDPIയുടെ ലഘുലേഖനങ്ങളും SDPIയുടെ പ്രചരണങ്ങളും പാലക്കാട് നിന്നുള്ളൊരു ഓപ്പൺ ആയിരുന്നു, ഒരു ഓപ്പൺ വിഷ്വലിൽ കണ്ടോണ്ടിരുന്ന. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ അത് ആരും നിഷേധിച്ചിട്ടില്ല. ശ്രീ ഷാഫി ചാലിയം നേരത്തെ പറഞ്ഞു, പിന്നെ എന്തിനാണ് ഒറ്റ മറുപടിയോടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഒന്ന് കേൾക്കണം. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോലീബി സഖ്യത്തിലൂടെ വടകരയിലും ബേപ്പൂരിലും മത്സരിച്ചു, തോറ്റു, ദയനീയമായിട്ട് തോറ്റു ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് SDPI, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, ലീഗ്, UDF-ന്റെ ഘടകകക്ഷികളുടെ എല്ലാം കൂടി ഒരു സംയുക്തമായ ഒരു കോമൺ സ്ഥാനാർത്ഥി ഇപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപകടകരമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒറ്റ വോട്ട് പോലും വേണ്ടെന്ന് പരസ്യമായിട്ട് പറഞ്ഞാണ് LDF. നിഷേധിക്കാൻ പറ്റുമോ?